ഒരു കാലത്ത് മലയാളി തലചായ്ച്ചുറങ്ങിയ കൈതോലപ്പായകൾ വിസ്മൃതിയിലേക്ക്. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ലാതെ ഏതൊരു വീട്ടിലും ഒഴിച്ചുകൂടാനാവാത്ത പായകൾക്ക് ആവശ്യക്കാരില്ലാതായതാണ് പായ നിർമ്മാണം നിലയ്ക്കുന്നത്. കുടിൽ വ്യവസായം എന്ന നിലയിൽ വളർന്നു പന്തലിച്ച ഒരു തൊഴിലിടം കൂടി ഇല്ലാതാവുകയാണ്. ഈ മേഖലയിലേക്ക് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ കടന്നുവരവും കട്ടിലും കിടക്കയും വീടുകളിൽ ഒഴിച്ചുകൂടാനാവാത്തതായി മാറിയതുമാണ് കൈതോലപ്പായകൾ വഴിമാറാൻ കാരണം. താളത്തിൽ പാട്ടുപാടി മെടഞ്ഞെടുക്കുകയാണ് പതിവ്. സ്ത്രീകളായിരുന്നു മേഖലയിൽ കൂടുതൽ തൊഴിലെടുത്തിരുന്നത്. ഒരു വെള്ളം പുല്ലിനരിഞ്ഞ് എട്ടണ പത്തലക്ക് വിറ്റ് കാക്കിലാങ്ക് വാങ്ങി മോള് വരുന്നാടി, ഒരു വട്ട മത്തിയും വാങ്ങി മോള് വരുന്നാടി, നേരത്തിന് കരി മോള് വരുന്നാടി, പാറപ്പുറത്ത് വില്ലാണ്ടിൻ്റെ മോള് വരുന്നാടി. കൈതോലകൾ വെട്ടിയെടുത്ത് പാകപ്പെടുത്തണം. ദിവസങ്ങളെടുത്താണ് പായ നിർമ്മിക്കുന്നത്. കൈത്തൊഴിൽ ഒരു വിഭാഗത്തിന്റെ ജീവിതമാർഗമായിരുന്നെങ്കിലും അസ്തമനത്തിന്റെ പാതയിലാണ്. കൈത കൊത്തിക്കൊണ്ട് വന്നിട്ട് നടുവുള്ളിൽ പോക്കുക, എന്നിട്ട് വേലത്തിടുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉണങ്ങി പിന്നെ വാരിക്കൊണ്ട് വന്നിട്ട് മുള്ളെടുത്തിട്ട് അത് വളക്കുക. വളക്കെന്ന് പറഞ്ഞാൽ ആൾ തിരക്കുക എന്നാൽ, എന്നിട്ട് അതിനെ കൊണ്ട് വായി തീർക്കുക. ഞാളെ ജീവിതമാണ് ഇത്. അതിനെ കൊണ്ട് ഞാളിങ്ങനെ കൊണ്ടാണ് കഴിഞ്ഞു കൂടുന്നത്. ഇനിയുള്ള മേലിൽ കുട്ടിയൊക്കെ ഒന്നും അറിഞ്ഞുകൂടാ, അവൾട്ടെടുക്കുകയില്ല. പുതുതലമുറ തൊഴിലിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നതും കുടിൽ വ്യവസായത്തിന് തിരിച്ചടിയായിട്ടുണ്ട്. പഴയകാല ചന്തകളായിരുന്നു പ്രധാന വിപണന കേന്ദ്രങ്ങൾ. ചന്തകൾ ചുരുങ്ങിയതോടെ കടകളിൽ സ്ഥാനം പിടിച്ചെങ്കിലും പതിയെ അപ്രത്യക്ഷമാവുകയാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.